guys, welcome back to my YouTube channel. In the back to school haul guys. I can comment on the back to school haul choice. After I'm just to the van and I didn't school back to school haul. I don't know. ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് വായിക്കുന്നില്ല. എനിക്ക് കുറച്ച് സാധനം കൂടി കിട്ടാണ്ട് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തൊക്കെ കിട്ടാണ്ട്. ബട്ട് അതും കൂടി നിൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇതിടാൻ തലേ ദിവസമേ പറ്റുള്ളൂ, സ്കൂൾ തുറക്കുന്നതിന്റെ തലേ ദിവസം. അപ്പൊ ഞാൻ ആ സാധനങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് വായിക്കുന്നില്ല. നമുക്ക് നേരെ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഹാളിലേക്ക് പോവാം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ എന്റെ ബാഗ് കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഇതൊന്ന് ഞാൻ കുത്തട്ടെ, അല്ലെങ്കിൽ ഇത് പിടിച്ചുകൊണ്ട് എനിക്ക് കാണിക്കാൻ കഴിയാം. ഓക്കെ, ഫസ്റ്റ് ഇതാണ് എന്റെ ബാഗ്. ഒരു പിങ്ക് പീച്ച് കളറിൽ വരുന്ന ഒരു അടിപൊളി നല്ലൊരു നൈസ് ബാഗാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഞാൻ നമ്മുടെ കൊറിയൻ ബാഗ് ഉണ്ടല്ലോ, അതായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഈ ഒരു പീച്ച് പിങ്ക് കളർ ബാഗ് അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് 1899 ആണ് വരുന്നത്. എന്തായാലും നൈസ് ബാഗാണ്. ഇതിന് ടോട്ടൽ 4 സിബാണ് വരുന്നത്. ഇതിനകത്തുള്ള സെക്കൻഡ് സിബിൽ അത്യാവശ്യം നല്ല ഇതുണ്ട്, എന്താ പറയാ, ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി ഇങ്ങനത്തെ സംഭവം ഉണ്ട്. പിന്നെ ലാസ്റ്റ് സിബിലും ഇതേപോലെ ഒരു ലാപ്ടോപ്പ് ഒക്കെ വെക്കുന്ന ടൈപ്പ് ഒരു സംഭവം ഉണ്ട് കേട്ടോ. എന്തായാലും എനിക്കിത് നല്ല രീതിയിൽ തന്നെ ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ എവിടെ എത്തിയെന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഇതെന്റെ ബ്രദറിന്റെ ബാഗാണ്. ഇതിന്റെ റേറ്റ് 998 ആണ് ഇതിന്റെ റേറ്റ് വന്നത്. ഇതിന്റെ ടോട്ടല് 3 സിബാണ് വരുന്നത്. അതിന്റെ അകത്ത് ഫസ്റ്റ് സിബില് ഒരു സീക്രട്ട് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ട്. അതേപോലെ ലാസ്റ്റ് സിബും സെക്കൻഡ് സിബും അത്യാവശ്യം നല്ല നോർമൽ ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ബാഗാണ്. എനിക്ക് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഇഷ്ടമായി. ഇതാണ് ഈ 3 സിബാണെങ്കിലും ആ 3 സിബ് നല്ല സ്പേസസ് ആണ്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി നെക്സ്റ്റ് കൊട കാണിച്ചുതരാം. ഇതാണ് ഗൈസ് എന്റെ കൊട. ഞാൻ എന്തിന്റെങ്കിലും റേറ്റ് ഞാൻ പറയാൻ മറന്നു വീണ്ടും ഞാൻ ഇവിടെ മുകളിൽ ഞാൻ എല്ലാത്തിന്റെയും റേറ്റ് ഞാൻ എഴുതി കാണിക്കും. അപ്പൊ ഇതാണ് ഗൈസ് എന്റെ കൊട, ഈ ഒരു പിങ്ക് കളറിൽ വരുന്നത്. ബട്ട് എന്റെ ബാഗിൽ മാച്ച് ആയിട്ടുള്ളത് ഈ ഒരു കൊടയാണ്. പക്ഷേ ഞാൻ എടുക്കുന്നത് പിങ്കാണ്, കാരണം പപ്പ പിന്നെ കൊട കൊണ്ടുകൊണ്ടിരും. ഇതെന്റെ ബ്രദറിന്റെ കൊടയാണ്. ടോട്ടൽ 3 കൊടയാണ് കേട്ടോ ഉള്ളത്. ഈ ഇതിനകത്ത് ഒരു കൊടക്ക് 200 റുപ്പീസാണ്. അപ്പൊ 3 കൊടക്ക് കൂടി 600 റുപ്പീസ് ആണ് വന്നത്. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന കൊട. ഇത് മാച്ച് ആണെങ്കിലും എനിക്ക് ഇത് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇഷ്ടമായി. പിന്നെ പപ്പ പിങ്ക് കൊണ്ടുപോകുന്നില്ല, എനിക്കാണ് നല്ലത് ഞാൻ പിങ്ക് എടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ബുക്ക് പുതിയിടുന്ന സംഭവം. ഇതിന് ഒന്നിന് 100 റുപ്പീസാണ് വന്നത്. പക്ഷെ ഇതിന് മാത്രം 110 കാണിക്കുന്നു. എനിക്ക് തോന്നുന്നു 100 തന്നെയായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പേപ്പർ വാങ്ങിയിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഇത് ഞാൻ ഈ ഒരു 1 2 3 4 5 ഈ ഒരു 5 ബുക്ക് ഞാൻ ലൈൻസ് ഇല്ലാത്തത് ഞാൻ നോക്കി വാങ്ങിയതാണ്. ഇത് 5 ബുക്കും ക്ലാസ്മേറ്റിന്റെ ആണ്. ഇതിന്റെ ഒന്നിന് 48 റുപ്പീസ് ആണ് വരുന്നത്. അപ്പൊ ഇതാ ഇങ്ങനത്തെ ക്ലാസ്മേറ്റിന്റെ 5 ലൈൻസ് ഇല്ലാത്ത ബുക്കാണ് ഇതാ ഈ കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു സെറ്റാണ് വരുന്നത്. ഈ ഒരു സെറ്റിന് വരുന്നത് 576 റുപ്പീസ് ആണ്. ഇതിനകത്ത് ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 12 എണ്ണാണ് വരുന്നത്. ഇത് ലൈൻസ് ഉള്ളതാണ് കേട്ടോ. ഫുള്ള് കാണിച്ചതാ, ഇതാ ഇങ്ങനെ ലൈൻസ് ഉള്ളതാണ് ഇതിന്റെ അകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് ഇതാ നമ്മുടെ സ്കൂളിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മറ്റേ നമ്മുടെ മുടി ടൈ ചെയ്യുന്ന ഈ ഒരു സംഭവം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് എത്ര വാങ്ങിയാലും നമുക്ക് മതിയാവില്ല, അതുകൊണ്ട് ഞാൻ ഒരു വലുത് തന്നെ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് എന്റെ ചെരുപ്പ്. എന്റെ ബ്രദറിന്റെ ചെരുപ്പ് അവൻ ഓൾറെഡി ഇടാൻ തുടങ്ങി. ഞാൻ പിന്നെ സ്കൂൾ തുറന്നിട്ട് എന്തായാലും ഇടാൻ വിചാരിച്ചു. ഞങ്ങളുടെ സ്കൂളിൽ ബ്ലാക്ക് കളർ ചെരുപ്പേ പറ്റുള്ളൂ, അതിനെക്കൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്ലാക്ക് എടുത്തത്. ഇതിന്റെ റേറ്റ് 419 ആണ് ഇതിന് വരുന്നത്. എന്തായാലും നൈസ് ആയിട്ടുണ്ട്. ഞാനൊരു അടിപൊളി സംഭവം കാണിച്ചത് വേറെ ഒന്നുമില്ല. നമ്മുടെ കാലിക്കറ്റ് ഡൈക്കൺ സ്മാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ടൈമിൽ കുഞ്ഞാണ്ടി ഒക്കെ പോയിണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ കുഞ്ഞാണ്ടി പോയപ്പോ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്ന സംഭവങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊരു അടിപൊളി നമ്മുടെ ഒരു ബട്ടർഫ്ലൈവിന്റെ സ്റ്റിക്കേഴ്സ് ആണ്. ഇതിന്റെ റേറ്റ് 59 ആണ്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. നമുക്കൊന്ന് എന്തായാലും ഓപ്പൺ ചെയ്ത് എങ്ങനെയാ അത് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ പോയിണ്ടായിരുന്നു ഡൈക്കൺ സ്മാർട്ടിൽ നിന്ന്. അപ്പം പക്ഷേ ഞാനത് വാങ്ങിയില്ല, കാരണം എന്തായാലും അവിടെ ഉണ്ട് മനസ്സിലായി. അപ്പൊ നമുക്ക് പിന്നെ പോകാൻ വിചാരിച്ചു. ഞാൻ പ്രത്യേകിച്ച് വാങ്ങില്ല. അടിപൊളി ക്വാളിറ്റി കേട്ടോ. ഈ സ്റ്റിക്കറിന്റെ ക്വാളിറ്റി പറയാണ്ട് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഈ സ്റ്റിക്കറിന്, എനിക്ക് ഇഷ്ടമായി. ഇനി നെക്സ്റ്റ് ഇതാണ് ഗൈസ്. ഇതൊരു കീ ചെയിൻ ആണ് വരുന്നത്. ഇതാ കാണുന്നുണ്ടോ,
ഇതൊരു കുഞ്ഞ് കീച്ചേണാണ്. ഇതിന്റെ റേറ്റ് 20 റുപ്പീസാണ്. 20 റുപ്പീസാണ് ഗൈസ്. ഇതുണ്ടോ കുഞ്ഞി ക്രോമീൻ്റെതാണ്. ഇതാ കുഞ്ഞി ക്രോമീൻ്റെ ഒരു അടിപൊളി ഒരു ഇതാണ്. എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബ്രദറിന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അവന് ഇതേപോലെ എനിക്കറിയില്ല ഒരു പപ്പീൻ്റെ പോലത്തെ ഒരു ബ്ലൂ കളറാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ അവിടെ തന്നെ കുഞ്ഞാലി എനിക്കും പണ്ടും 2 പെന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതാ അടിപൊളിയാണ്. എൻ്റെ ബ്രദർ ഇനി 7th-ലേക്കാണ് കേട്ടോ. ഞാൻ ഇനി 9th-ലേക്കാണ്. പിന്നെ ഇത് എനിക്കുള്ളത് പിങ്ക്. എൻ്റെ പൗച്ച് ഞാൻ ഓർഡർ ചെയ്തതാണ് ഓൺലൈനിൽ. അപ്പം അത് വന്നിട്ട് ഞാൻ എന്തായാലും ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ആ പൗച്ചിന്റെ ഇമേജ് ഞാൻ അവിടെ കൊടുക്കാം കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള പൗച്ചിന്റെ ഇമേജ്. അതിന്റെ റേറ്റ് ഞാൻ ആ പൗച്ച് വരുമ്പോൾ ഞാൻ പറയാം. പിന്നെ ഇത് ഒരു ഇൻപെന്നാണ്. ഞാൻ ഇൻപെന്നാട്ടോ യൂസ് ചെയ്യാറ്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബാഗും പൗച്ചും എല്ലാം ഞാൻ ഒരു പിങ്ക് തീം ആക്കിയതാണ്. അതിനെക്കൊണ്ട് ഞാൻ ഈ ഒരു ഇൻപെന്നിന് പകരം ഞാൻ വേറൊരു ഇൻപെന്നും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇത് എന്തായാലും അടിപൊളി ഇൻപെന്നാണ്. ഞാൻ 5th-ലാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇൻപെൻ യൂസ് ചെയ്തത്. ആ ടൈമിൽ ഞാൻ ഈ ഒരു ഇൻപെന്നാട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കണ്ടോ എന്തായാലും നല്ലൊരു അടിപൊളി ഇൻപെന്നാണ്. ഇതിന്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല. റേറ്റ് എന്തായാലും ഞാൻ ഇവിടെ അങ്ങനെ കൊടുക്കാം കേട്ടോ. അതേപോലെ ഈ 2 പെന്നിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതിന് ഒന്നിന് 59 ആണ്. അപ്പം അതാണ് ആ പെന്ന് പറഞ്ഞ് ഞാൻ വേറെ വാങ്ങിയത്. ഇതാണ് ആ ഒരു പെന്ന്. നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു പെന്നാണ്. നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടമായി. ഇതിന്റെ റേറ്റും ഞാനിത് അവിടെ തന്നെ കൊടുക്കാൻ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇതും പെന്നാണ് കേട്ടോ. ഇതിലും അടിപൊളി. ഇനി നെക്സ്റ്റ് ഞാൻ ഈ ഒരു പെന്ന് മറ്റേ ഇൻപെന്ന് ആ ബ്ലൂ കളർ ഈ ഒരു ബ്ലൂ കളർ ഇൻപെന്ന് വാങ്ങിയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഇതിന്റെ റേറ്റും എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞ ഞാൻ ഇവിടെ തന്നെ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതെന്റെ ബ്രദറിന് ഇൻപെന്നിനെക്കാട്ടും ഇഷ്ടം ഇങ്ങനത്തെ ഈ ബോൾ പെന്ന് പോലത്തെ ടൈപ്പാണ്. എന്ന് പറയുന്നത് എക്സോ. അവനത് ഭയങ്കര ഇഷ്ടം, അത് വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഏതായാലും ഇൻപെന്നാട്ടോ ഇഷ്ടം. പിന്നെ ഇത് എന്റെ ബ്രദറിന് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഇത് ഇൻപെന്നാണ്. ഇത് കണ്ടത് ബോൾ പെന്ന് പോലത്തെ ഒരു നിബാണ് കേട്ടോ ഇതിന് വരുന്നത്. അതിനെക്കൊണ്ടാണ് അവൻ ഇത് ഉപയോഗിക്കുന്ന പറഞ്ഞാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഇവൻ ഇതിന്റെ ഗ്രീൻ കളർ ഉണ്ട് കേട്ടോ. അത് അവൻ അടി കൊടുത്ത് വെച്ചാണ്. പിന്നെ ഇത് അവന്റെ പെൻസിലാണ്. അവന്റെ തീം എന്ന് പറയുന്നത് റെഡും ബ്ലാക്കും ആണ്. കാരണം അവന്റെ ബാഗിലും റെഡും ബ്ലാക്കും തീം ആയതാണ് ഈ ഒരു പെൻസിൽ റെഡ് കളറാട്ടോ വരുന്നത്. അതിന് മുകളിൽ ഇങ്ങനെ ഇറേസറും വരുന്നുണ്ട്. ഇതെല്ലാം നൈസ് പെൻസിൽ. ഇനി നെക്സ്റ്റ് എന്റെ പെൻസിൽ കാണിച്ചിടാം. എന്റെ ഇതാ ഈ ഒരു പിങ്ക് കളർ പെൻസിലാണ്. ഒരു പീച്ച് പിങ്ക്. എനിക്ക് തോന്നുന്നു ഈ ബാഗായിട്ട് കറക്റ്റ് മാച്ച് ആയി പോകുന്ന ഈ ഒരു പെൻസിലാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ഇതിന്റെ ഒന്നും റേറ്റ് എനിക്ക് ഓർമ്മയില്ല. ഒക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഞാൻ കൊടുക്കാം കേട്ടോ. ഇനി ഇതാ ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാൻ യൂസ് ചെയ്ത് ഈ ഒരു ഇൻപെന്നാണ് കേട്ടോ. ആ ഇൻപെന്നിന്റെ കളർ ചേഞ്ച് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ പ്രിന്റ് ഉണ്ട് എന്നുള്ളൂ, ഇതിൽ പ്രിന്റ് ഇല്ല. എന്തായാലും ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും നല്ല യൂസ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഞാൻ ഈ ഒരു 2 ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഒരു പിങ്ക് കളർ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വാങ്ങിയെന്നുള്ളൂ. ഇത് എനിക്ക് പണ്ടോടൊന്നും വാങ്ങിയത്, മീൻസ് എന്റെ ബ്രദറിനൊന്നും വാങ്ങിയതല്ല. ഇത് പപ്പക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഇതിന്റെ റേറ്റ് അത്യാവശ്യം ഈ കുഞ്ഞാണ് സാധനം. കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഈ സാധനത്തിന്റെ വലിപ്പം. ബട്ട് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. എന്തായാലും പപ്പ ഇങ്ങനെ ജസ്റ്റ് പോക്കറ്റിൽ ഇങ്ങനെ കുത്തിടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വാങ്ങിയതാണ്. എന്തായാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് നല്ല ക്ലാസ് ലുക്ക് ഉണ്ട് കേട്ടോ അതിന്. എനിക്ക് തോന്നുന്നു ഇതിന്റെ റേറ്റ് 167 ആണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. പിന്നെ ഇത് എന്റെ കീ ചെയിനാണ്. ഇത് ഒന്നെങ്കിൽ ഞാൻ ബാഗിനോ പൗച്ചിനോ ഇടും. എനിക്ക് തോന്നുന്നു ഞാൻ മിക്കവാറും ബാഗിനായിരിക്കും ഇടും. മറ്റേ ആ കുഞ്ഞ് 20 റുപ്യന്റെ കീ ചെയിൻ ഉണ്ടല്ലോ, ഡാക്കിൻ സ്മാർട്ടെന്ന് വാങ്ങിയ, അത് ഞാൻ പൗച്ചിനും ഇടും. ഇതിന്റെ റേറ്റ് എനിക്ക് കറക്റ്റ് ആയിട്ട് 35 ആട്ടോ ഇതിന്റെ റേറ്റ്. പിന്നെ ഇതെന്റെ ബ്രദറിൻ്റെതാണ് ഈ ഒരു കീ ചെയിന്. ഇതിന്റെ റേറ്റ് 60 റുപ്പീസാണ് വരുന്നത്. എന്തായാലും ഇത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് എന്തായാലും അടിപൊളിയാണ്. പിന്നെ നെക്സ്റ്റ് ഞാൻ ഒരു അടിപൊളി സാധനം കാണിച്ചത് ഈ ഒരു ബുക്ക്. ഇത് ഞാൻ നമ്മുടെ സ്കൂളിലേക്ക് ഇങ്ങനെ ഹോംവർക്ക്സ് എഴുതി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ റഫ് നോട്ടായിട്ട് ഉപയോഗിക്കാൻ വിചാരിച്ചതാണ്. ഇതിന്റെ റേറ്റ് 30 റുപ്പീസാണ്. എന്തായാലും നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഈ ഒരു ബുക്ക്. ഇതും ഞാൻ അതേപോലെ ഞാൻ ഇതായിരിക്കും ഫസ്റ്റ് ഡേ എന്തായാലും റഫ് നോട്ടായിട്ട് കൊണ്ടുപോകാൻ പോകുന്ന ഈ ഒരു ബുക്കായിരിക്കും. ഞാൻ പറഞ്ഞില്ല പിങ്ക് തീം ആയതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 50 സംതിങ് ലൈക്കാണ് തോന്നുന്നു. ഈ ഒരു ബുക്ക് എനിക്ക് കുഞ്ഞാൻ്റെ തന്നു. ഇത് കണ്ണമ്മാമ്മ എനിക്ക് തന്നു പോവാണ് കേട്ടോ. എന്തായാലും രണ്ടും എനിക്ക് തന്നതാണ്. പിന്നെ നെക്സ്റ്റ് ഈ ഒരു ഗ്ലൂ ഡ്രോപ്പ്, അത് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ വാച്ച് ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി വാച്ചാണ്. എനിക്കാണെങ്കിൽ കാസിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും നല്ലൊരു അടിപൊളി വാച്ചാണ്. ഇതിന്റെ റേറ്റ് 1100 ആണ് തോന്നുന്നു ഇതിന്റെ റേറ്റ്. 1100 ആണ്. പിന്നെ നെക്സ്റ്റ് ഇതിന്റെ ബ്രദറിന്റെ വാച്ചാണ്. അവന്റെ നല്ല ക്ലാസ് ലുക്കുള്ള വാച്ചാണ്. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായിട്ടുണ്ട്.
ഇതിന്റെ റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം അവന്റെ വാച്ചിന്റെ റേറ്റ്. പിന്നെ ഇതെനിക്ക് എന്റെ പപ്പന്റെ അച്ഛൻ തന്നതാണ്, മീൻ ഡാഡി തന്നതാണ് എനിക്കിത്. അപ്പം എന്തായാലും അടിപൊളിയാണ്. ഇതിന്റെ റേറ്റ് ഒന്നും എനിക്ക് അറിയൂല, അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം. ഇല്ല എനിക്ക് ഇതിന്റെ റേറ്റ് അറിയില്ല കേട്ടോ. നെക്സ്റ്റ് അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു സ്റ്റിക്കി നോട്ട്. ഇത് വേറെ സ്റ്റിക്കി നോട്ടല്ല, ട്രാൻസ്പെറന്റ് സ്റ്റിക്കി നോട്ടാണ്. നമുക്ക് ഇപ്പം ഈ ഫിസിക്സിലൊക്കെ നമുക്ക് തോനെ വരയ്ക്കാനൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ എന്താ ചെയ്യാം, ഇങ്ങോട്ട് പകർത്തി ഇങ്ങനെ വരച്ചാൽ മാത്രം മതി. അടിപൊളി സംഭവമാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ അത് യൂസ് ചെയ്തതാണ്, അതിനെക്കൊണ്ട് ഞാൻ പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ 50 ഷീറ്റ് എന്തോ വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. റേറ്റ് ഞാൻ ഇവിടെ എന്തായാലും കൊടുക്കാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഞാന് ഈ ഒരു പേളിന്റെ ഒരു നല്ലൊരു അടിപൊളി കുഞ്ഞി കമ്മലാട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അത്ര വലിയ ഇതൊന്നും നോക്കിയില്ല, കാരണം സ്കൂളിൽ വരാനുള്ളതുകൊണ്ട് പേളിന്റെ ഒരു കുഞ്ഞി കമ്മല് വാങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ പോയപ്പോൾ ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ഫേസ് വാഷ്. ജസ്റ്റ് എടുത്തുന്നുള്ളൂ ഈ ഒരു ഫേസ് വാഷ്. പിന്നെ ഈ ഒരു മുടി ഇതാക്കുന്ന ഒരു ക്രാബും, അടിപൊളി ക്രാബാട്ടോ. ഇതിന്റെ പിങ്ക് കണ്ടു, പക്ഷെ നല്ല ഒരു കുത്തുന്ന പിങ്ക് ആയിരുന്നു, ലൈറ്റ് പിങ്ക് അല്ല. അല്ലെങ്കിൽ ഞാൻ ആ പിങ്ക് എടുത്തേനെ. പിന്നെ ഈ വട്ടം ഹൈലൈറ്റേഴ്സ് ഞാൻ വാങ്ങിയില്ല, ഐ മീൻ വാങ്ങണം. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫുൾ സാധനം ഞാൻ ഈ ഇതിൽ കാണിക്കുന്നില്ല, ഞാൻ ഷോർട്സ് ആയിട്ട് അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഈ ഹൈലൈറ്റർ ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിക്കിയതാണ്, അടിപൊളി കേട്ടോ. ഒരു വർഷം എന്തായാലും കറക്റ്റ് നിന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ അകത്ത് ഏതിന്റെയൊക്കെയോ ഒക്കെ ഇത് തീർന്നുണ്ട്. ഇതിന്റെ റേറ്റ് 119 ആട്ടോ വരുന്നത്. എന്തായാലും അല്ല അടിപൊളി, എന്താ അത്യാവശ്യം നല്ലോണം ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഏതിന്റെയൊക്കെയോ കളർ തീർന്നു, എനിക്ക് തോന്നി പെർപ്പിളിന്റെ ഒക്കെ കളർ തീർന്നിട്ടുണ്ട്. എന്തായാലും അത് അടിപൊളി. പിന്നെ ഞാൻ 2 സ്കെയിൽ കാണിച്ചുതരാം. ഇത് ഞാൻ TBS നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന സ്കെയിലാണ്, ഈ ഒരു സ്കെയില്. ഇത് എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് വാങ്ങി തന്നായിരുന്നു, പക്ഷെ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തില്ല, കാരണം 2 സ്കെയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ കഴിഞ്ഞ കൊല്ലത്തെ ബാക്ക് ടു സ്കൂൾ ഹാളിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ആ കളർ യൂസ് ചെയ്ത സ്കെയിൽ കാണാം. ഇത് ഞാൻ അതിന്റെ കൂടെ വാങ്ങിയായിരുന്നു, ഞാൻ യൂസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം ഈ സ്കെയിൽ ഉള്ളതുകൊണ്ട് ഞാൻ പുതിയതായിട്ട് വേറെ ഒന്നും വാങ്ങിയില്ല. പിന്നെ ഈ ഒരു പിങ്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പിങ്ക് സ്കെയിൽ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ പുതിയ വാങ്ങിയില്ല. ബട്ട് ഞാൻ വേറൊരു സ്കെയിൽ വാങ്ങിയത് ഞാൻ കാണിച്ചുതരാം. അപ്പം എന്തായാലും വേറൊരു അടിപൊളി പിങ്ക് കളർ സ്കെയിൽ വാങ്ങും. അപ്പൊ അതുവരെ ഞാൻ ജസ്റ്റ് ഇത് വെച്ചെന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, മറ്റേ ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള മറ്റേ സെറ്റ് സ്ക്വയറും ഇതും ഒക്കെയാണ്. നല്ല പിങ്ക് കളറിൽ കണ്ടുകൊണ്ട് ഞാൻ എടുത്തു. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ ഫ്രഷ് തീം എന്ന് പറയുന്ന പിങ്ക് കളറാണ്. 2 സെറ്റ് സ്ക്വയേഴ്സ് ഉണ്ട്. പിന്നെ ഈ ഒരു പ്രൊട്രാക്ടർ സ്കെയിൽ. ഇതിനകത്ത് സ്കെയിൽ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഇനി വാങ്ങിയ ഞാൻ പറഞ്ഞില്ല, ഇതാക്കിയിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇതിന്റെ റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. കഴിഞ്ഞ കൊല്ലത്തെ സ്കെയിൽസിന്റെ റേറ്റ് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ എന്തായാലും കൊടുക്കാം. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 40 റുപ്പീസ് ആണ്. എന്തായാലും നല്ല അഫോർഡബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു, അതുകൊണ്ട് ഞാൻ എന്തായാലും എടുത്തു. പിന്നെ നെക്സ്റ്റ് ഞാൻ വേറൊരു സംഭവം കാണിച്ചതാ. വേറെ നല്ല ഗൈസ്, ഈ ഒരു കിറ്റാണ്. 2 എണ്ണം ഉണ്ട്, ഒന്ന് എനിക്കും എന്റെ ബ്രദറിനും. 2ഉം സെയിം കിറ്റാണ്. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് കാണിക്കുന്നില്ല. ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് സ്പൂണും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. എനിക്ക് ബാഗിൽ ഫുഡ് കൊണ്ടുപോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒന്നാമത് ഞാൻ തോന്നുന്നു കഴിഞ്ഞാൽ ബാഗിന്റെ കഥ കഴിഞ്ഞ്. പിന്നെ ഭയങ്കര സ്മെല്ലും ആയിരിക്കും. ഞാൻ എടുത്ത് വരുന്നുണ്ട് കേട്ടോ, ഭയങ്കര സ്മെല്ലും ആയിരിക്കും. അതിനെക്കൊണ്ടാണ് ഞാൻ കിറ്റ് എടുക്കുന്നത്. പിന്നെ എല്ലാം കൂടി ചിമ്മൊന്നും വയ്യാത്തോണ്ടാണ് ഞാൻ കിറ്റ് എടുക്കുന്നത്. പിന്നെ ഗൈസ് ബോട്ടില് ഞാൻ പറഞ്ഞത് ഞാൻ വേറെ ഇത് ചെയ്യാം, വാങ്ങുമ്പോൾ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. കിറ്റിന്റെ റേറ്റും എനിക്ക് ഓർമ്മയില്ല, കിറ്റിന്റെ റേറ്റ് ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി നമുക്ക് ടു ഡു ലിസ്റ്റും അതേപോലെ ഹോംവർക്ക് ഒക്കെ എഴുതാൻ പറ്റുന്ന ഒരു നോട്ട് ഒക്കെ ആക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബുക്കാണ്. ഇതിന്റെ റേറ്റ് വൈസ് ഭയങ്കര വേർത്താണ്, കാരണം ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 50 റുപ്പീസ് ആണ്. ഇത് 2ഉം കൂടി എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്കൊന്നൊരു ഓപ്പൺ ചെയ്യാം. കണ്ടത് ഇതൊക്കെ ഉണ്ടാവും, എന്തായാലും അടിപൊളിയാണ്. ഇത് സ്റ്റിക്കി നോട്ട് പോലത്തെ ഒരു ഇതാട്ടോ വരുന്നത്. നൈസ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഈ ഒരു പോക്കറ്റ് ഡയറി അടിപൊളിയാട്ടോ, അതെനിക്ക് ഇഷ്ടമായി. ഇതിന്റെ ഉള്ളിൽ പിങ്ക് പേജ് ബ്ലൂ പേജ് ആണ് വരുന്നതെങ്കിലും നൈസ് ആയിട്ടുണ്ട്. എന്തായാലും നമ്മളെ തീമിന് ഒത്തു വന്നുകൊണ്ടാട്ടോ ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇത് ഒന്ന്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഷോർട്സ് എന്തായാലും എനിക്ക് അപ്ലോഡ് ചെയ്യണം. കാരണം സ്കെയില്, പിന്നെ എന്താ പറയാ പൗച്ച് വരുന്നുണ്ട്, അതൊക്കെ ഞാൻ കാണിക്കാം. അപ്പൊ അതിനെന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും, നിങ്ങൾ എന്തായാലും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു.
ഇഷ്ടമായി കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ബാക്ക് ടു സ്കൂൾ എന്താ പർച്ചേസിംഗ് ഒക്കെ എവിടെ വരെ എത്തിയെന്ന് കമന്റ് ചെയ്യുക. അപ്പം ഞാൻ വാങ്ങിയതിൻ്റെ അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാണെന്ന് കമന്റ് ചെയ്യുക. പിന്നെ എൻ്റെ ബാക്ക് ടു സ്കൂൾ ബാക്ക് പാക്കിങ്ങിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.